വിക്രം നായനായിട്ടെത്തിയ വീരധീര സൂര്യൻ ബോക്സ് ഓഫീസിൽ പുത്തൻ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന വലിയ സിനിമയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് റിലീസ് ചെയ്തപ്പോൾ ആദ്യ ദിനം ചിത്രം ഒരുപാട് നിയമ പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പോൾ രണ്ടാം ദിനം മുതൽ ചിത്രം ബോക്സ് ഓഫീസിൽ കത്തിക്കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസിലും ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുമ്പോൾ എമ്പുരാന്റെ മുന്നിലാണോ പിന്നിലാണെന്ന് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വിക്രത്തിനും എസ് ജെ സൂര്യയ്ക്കൊപ്പം നമ്മുടെ മലയാളത്തിലെ പ്രിയതാരം സുരാജ് വെഞ്ഞാറുമൂടി ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം വന്നിട്ടുണ്ട്. സുരാജിന്റെ ആദ്യ തമിഴ് ചിത്രം കൂടിയാണ് വീരധീര സൂര്യൻ. ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്ന് SU അരുൺകുമാർ ആയിരുന്നു മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രത്തിന്. എന്നാൽ ബോക്സ് ഓഫീസിൽ ആ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മിക്സ്ഡ് റെസ്പോൺസ് 3 ദിവസം കൊണ്ട് വരെ 150 കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കിയപ്പോൾ വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 17 കോടി രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രമാണ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. അതേസമയം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കേരളത്തിലും അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓവർസീസിൽ നിന്ന് നല്ല കളക്ഷൻ സ്വന്തമാക്കുന്നതുകൊണ്ടാണ് ചിത്രം അതിവേഗത്തിൽ ഇത്രയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വീരധീര സൂര്യന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വിക്രം ചിത്രത്തിന് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം കോടി രൂപ ഫൈനൽ കളക്ഷനായിട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ വീരധീര സൂര്യൻ എന്ന് പറയുന്ന വിക്രം നായകനായിട്ട് ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ.